ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിതാ കിട്ടിയിട്ടുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള ഓർഡേഴ്സ് ജസ്റ്റ് നമുക്ക് പാക്ക് ചെയ്യണം. സോ അതിന് വേണ്ടി എത്തിയിട്ടുള്ളത് നമുക്ക് ബ്ലൂ വിസിൽ പാക്ക് ചെയ്യണം. സോ അത്യാവശ്യം മഴ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലവർ കാണിക്കാൻ പറ്റില്ല. ബട്ട് ഞാൻ പ്ലാന്റിൽ ഇളക്കുന്ന എല്ലാ പ്ലാന്റും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ഇളക്കാൻ വേണ്ടി പോകുന്ന പ്ലാന്റ് നമ്മുടെ ബ്ലൂ വിസിലാണ്. സോറി അല്ല, നമുക്ക് ആ ബ്ലൂ വിസിൽ നമുക്ക് ഇളക്കാൻ വേണ്ടി പോകാം. ഓക്കെ, ഈ ഇരിക്കുന്ന പ്ലാന്റാണ് ബ്ലൂ വിസിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബ്ലൂ വിസിൽ ഇളക്കാൻ വേണ്ടി പോകുന്ന പ്ലാന്റ് ഇളക്കുന്നതിന് കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും ഇടുക. എന്നിട്ട് നമുക്ക് ആ പ്ലാന്റ് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയുള്ളതാണ്. പ്ലാന്റ് ഇളക്കി കഴിഞ്ഞു. ഇതാണ് നമ്മൾ അയക്കുന്ന ബ്ലൂ വിസിലിൻ്റെ സൈസ്. ഇനി ബാക്കിയുള്ള പ്ലാന്റ് ഇളക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത് ഈ ഒരു പ്ലാന്റാണ് ഇളക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ആവശ്യം നമുക്ക് ഇവിടെ പോയി ഒരു ബ്ലൂ ക്യാബിൻസാണ് ആവശ്യം. സോ ഞാൻ ഈ ബ്ലൂ ക്യാബിൻസ് ഇളക്കാൻ വേണ്ടി പോവുകയാണ്. ബ്ലൂ ക്യാബിൻസിൻ്റെ സൈഡിലേക്ക് ഇലകളെ മാറ്റുക. നമ്മൾ വലിയ കിടക്കാച്ചി പ്ലാന്റ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്ലാന്റ് മെക്സിക്കൻ എടുക്കാം. ഫ്രണ്ട്സ്, അടുത്തതായി ഇവിടെ നിൽക്കുന്ന ഈ റെഡ് ആലിയാണ് ഞാൻ ഇളക്കാൻ വേണ്ടി പോകുന്നത്. ഇത് റെഡ് ആലിയാണ്. അത്യാവശ്യം ഫ്ലവർക്ക് ഉള്ള പ്ലാന്റാണ്. ഇളക്കാം. കണ്ട, ഒരു പ്ലാന്റിൻ്റെ സൈസ് ഉണ്ടോ? ഇത് മുട്ടൊക്കെ ഉള്ള പ്ലാന്റാണ്. ഇതാണ് റെഡ് ആരിയ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പിക്ചേഴ്സ് പറ്റുകയാണെങ്കിൽ ഞാൻ സൈഡിൽ വെച്ചേക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓരോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമുക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മതി. 9809806874. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം നിന്ന് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിങ്കാണ്. ഓരോ വെറൈറ്റീസ് ഇതുപോലെ അത്യാവശ്യം എല്ലാം സൈസുള്ള പ്ലാന്റ്സാണ്. മാക്സിമം ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് നോക്കി തന്നെ എടുത്ത് അയക്കാറുള്ളൂ. പിന്നെ ഫ്ലവർ ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ചില വെറൈറ്റീസ് ഫ്ലവർ ഇല്ലാത്തത് അയക്കും. ചില ഹാർഡി വെറൈറ്റീസാണ് നോർമലി നമ്മൾ ഫ്ലവർ ഇല്ലാതെ അയക്കുന്നത്. ബാക്കി എല്ലാം എപ്പോഴും ഫ്ലവർ ഉള്ള വെറൈറ്റീസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി കുറച്ച് വാഷിംഗ് പരിപാടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൺ ദ വേ വാഷ് ചെയ്യുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്കടുത്ത് വാഷിംഗാണ് പരിപാടി. അപ്പോൾ വാഷിംഗ് സമയത്ത് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഇതുപോലെ നമ്മുടെ ഓരോ പ്ലാന്റ്സ് നമ്മളിങ്ങനെ എടുക്കും. അത്യാവശ്യം വെട്ടം കുറവായിരിക്കും, അത് കുഴപ്പമില്ല. കണ്ട, നമ്മളെല്ലാത്തിലുള്ള ആ ഒരു ഒച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇതുപോലെ റിമൂവ് ആക്കാറാണ് പതിവ്. ഇന്ന് നമുക്കിത് ഈ വീക്കിൽ കിട്ടിയിട്ടുള്ള ഓർഡേഴ്സാണ് ഇത്രയും. ഓക്കെ, പിന്നെ അല്ലാതെ ഇന്നൊരു ഞായറാഴ്ചയാണ് ഇന്ന് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നും 2-3 പേരൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഒരാൾ തൃക്കണ്ണാപുരം എന്താണെന്ന് തോന്നുന്നു, ഒരു ഫാമിലി ഒന്ന് മേടിച്ചു. പിന്നെ അതിനുശേഷം വേറൊരാളും കൂടെ ഒന്ന് മേടിച്ചു. ഇതുപോലെ നമ്മൾ കമഴ്ത്തി വെച്ചിട്ടാണ് കഴുകുന്നത്. സിമ്പിളാണ്. കേട്ടോ, ഞാൻ കുറച്ച് വീഡിയോ ഇവിടെ വെച്ചെടുക്കാൻ കാരണം മഴയായതുകൊണ്ട് ക്യാമറ കൂടുതൽ നനയാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ വെച്ചെടുക്കുന്നത്. അത്ര വ്യക്തമാവുമെന്ന് അറിയില്ല. ഓക്കെ, ഇതാ ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് ഇങ്ങനെ നമ്മൾ നല്ല സ്ട്രീം ഓഫ് വാട്ടറിൽ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ അത് അതിൻ്റെ വൃത്തിയായി വരും. മാക്സിമം ഇതിലൂടെ ഞാൻ ലീഫ് കൂടുതൽ വച്ചിരിക്കാറില്ല. ചില സമയത്ത് അങ്ങനെ പഴയ ലീഫ് കളയുമ്പോൾ ആദ്യമുള്ള പുതിയ ലീഫ് പോകും. അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നിങ്ങൾ കളയുക. അതെനിക്ക് ചില ദിവസം പണിയിട്ടിട്ടുണ്ട്. വേറെ 2 ലീഫ് ഉള്ളതിൽ ആ 2 ലീഫ് ഞാൻ കട്ട് ചെയ്ത് കളയും അറിയാതെ. അത് അങ്ങനെ വരരുത്. മാക്സിമം പിന്നെ കൂടുതൽ മുട്ടൊന്നും നിർത്തിയിരിക്കില്ല. പഴയ മുട്ട കളയുക. ഒരു മുട്ടൊക്കെ നിർത്തിയിരിക്കുക. കാരണം കസ്റ്റമറിന് കാണിക്കുക, അവർ കിട്ടുമ്പോഴേ കാണണമല്ലോ മുട്ടയുള്ള പ്ലാന്റാണെന്ന് അവർക്ക് അറിയാൻ വേണ്ടി 2-3 മുട്ട നിർത്തിയിരിക്കുക. ഓക്കെ, വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി. അടുത്ത പ്ലാന്റ് കുട്ടപ്പനാക്കാൻ കൂട്ടെ. ഓക്കെ, ഇതൊരു മെക്സിക്കാന എന്ന് പറഞ്ഞ പ്ലാന്റാണ്. വലിയ ലീവ്സ് നല്ല നീണ്ടിടപ്പുണ്ട്. സോ അത്രയും ലീഫ് വേണ്ട, കളഞ്ഞു. നമുക്ക് മാക്സിമം ചെടി നന്നായിട്ട് എത്തുക, അതാണ് നമ്മൾ ഒരേ ഒരു ഇത്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാം ഫാസ്റ്റ് ചെയ്യണം. കാരണം ഇന്ന് നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ വാട്ടർ പ്ലാന്റ്സ് മാത്രമുള്ളത് വലിയ കുഴപ്പമില്ല, നമുക്ക് സിമ്പിളാണ് വാട്ടർ പ്ലാന്റ്സ് പാക്ക് ചെയ്യാൻ. ഇതുപോലെ കുറച്ച് പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഒരുമിച്ച് പാക്ക് ചെയ്തത്. പക്ഷേ ഫിഷ് പാക്ക് ചെയ്യണം കുറച്ച് പാടാണ്. കാരണം ഇപ്പോൾ ഫിഷ് നമുക്ക് അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്നുണ്ട്. താങ്ക് യു, നിങ്ങളപ്പോൾ ഒത്തിരി നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഫിഷ് പാക്ക് ചെയ്യുന്നത് കുറച്ച് പാടാണ്. പ്ലാന്റ് പാക്ക് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല, കാരണം 6-7 വർഷം കൊണ്ട് ഇപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നെ അതുപോലെ ഫിഷ് ഞാൻ പാക്ക് ചെയ്യും, പക്ഷേ ഫിഷ് നമുക്ക് അത്ര എപ്പോഴും ശരിക്കും ഓർഡർ വരാറില്ല. അതുകൊണ്ടാണ് ഫിഷിൻ്റെ കാര്യം ഒരു പാട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർഡർ വരുമ്പോൾ കണ്ട അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് കണ്ട റെഡ് ആരിയ NPK 19 വാരി തിന്നും, പിന്നെ ചാണകമൊക്കെ വാരി തിന്ന് കൊഴുത്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് 2-3 പ്ലാന്റ്സ് കൂടുതൽ ഇരിക്കുകയാണ്. ഓവറായിട്ട് നിൽക്കുന്ന പ്ലാന്റിനെ കുറച്ച് നമ്മൾ മാറ്റും. സ്ട്രീം ഓഫ് വാട്ടറിൽ വെച്ചിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും മാറ്റണം കേട്ടോ. ആ ഒരു പ്ലാന്റിൽ കിഴങ്ങ് നമ്മൾ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കിഴങ്ങ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അല്ലാതെ കുറേ പ്ലാന്റ്സ് എക്സ്ട്രാ ഇരുന്ന കുറച്ച് പ്ലാന്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റി നമുക്കിനി അടുത്ത് വീണ്ടും നട്ട് വയ്ക്കാൻ വേണ്ടി എടുത്തതാണ്. അവിടെ കിടക്കും, നിങ്ങൾ നാളെ വല്ല ഒന്ന് നട്ട് വയ്ക്കാം. ഒന്നിനും സമയമില്ല. ഒരു പിങ്ക് ഉണ്ട്, ഒരു പിങ്ക് വലിയ പ്ലാന്റ് ഉണ്ട് പിങ്കിന്. ഇതെല്ലാം ഇനി കൊണ്ടുപോയി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി പാക്ക് ചെയ്യാം. പറ്റുകയാണെങ്കിൽ ഞാൻ പാക്കിങ് കൂടെ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുക, മാക്സിമം നമുക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ. ഏകദേശം എടുക്കാൻ പോകുന്ന സാധനങ്ങളെല്ലാം ഇനി മൊസാക്ക് പ്ലാന്റ് എടുക്കണം, അതുകൊണ്ട് എടുത്തിട്ട് വരാം.